ഇപ്പോൾ CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അരുൺ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്ന ഗുരുവായൂരിലെ BJP NDA സ്ഥാനാർത്ഥി കടുത്ത വർഗീയ പ്രചാരകനായി ഈ പ്രചാരണ രംഗത്ത് നിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ മുമ്പ് വന്ന കേസ് താങ്കൾക്ക് അറിയാമല്ലോ. ഇന്നിപ്പോൾ വന്ന പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ചാവക്കാട് ഭാഗത്തൊക്കെ ആ നിയോജക മണ്ഡലത്തിനകത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള മുൻ MLA-മാരുടെ പേരൊക്കെ വെച്ചിട്ട് മുമ്പ് നടത്തിയ പ്രചാരണത്തിൻ്റെ തുടർച്ചയിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക, കടുത്ത വർഗീയ വിഷം പ്രചാരണ ആയുധമാക്കി മാറ്റുക എന്ന നില സ്വീകരിച്ചിരിക്കുന്നു. കോടതി കേസ് കാട്ടി ഭയപ്പെടുത്തേണ്ട എന്ന മട്ടാണ് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്. ജനപ്രാതിനിധ്യ നിയമം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 123 പ്രകാരം ജാതി, മതം, അതുപോലെ മതവികാരം, ദൈവങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുകയോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തി കാണിക്കാനോ പുകഴ്ത്തി കാണിക്കാനോ ഇത്തരത്തിൽ ജാതിയോ മതത്തെയോ ദൈവത്തെയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നതെന്നും ഇതുവരെ ഗുരുവായൂര് ഹിന്ദു മതത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിക്കുന്ന സാഹചര്യമില്ല എന്നതുൾപ്പെടെ നിരവധി വർഗീയ പരാമർശങ്ങളാണ് ശ്രീ B ഗോപാലകൃഷ്ണൻ നടത്തിയത്. ഇത് ഹൈക്കോടതി കേസിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുകയും എന്ത് നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത് എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള മറുപടി കൊടുത്തപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൽ വിള്ളലുകൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നവർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വരുന്ന ഒരു സാഹചര്യത്തെയെല്ലാം ഹൈക്കോടതി വളരെ വിശദമായി തന്നെ വാദമധ്യ പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന വാർത്ത ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം ഒട്ടും പുറകോട്ട് പോകുന്നില്ല എന്നും മറിച്ച് അത് പ്രചരണ ആയുധമാക്കി മാറ്റി BJPയുടെ നേതൃത്വത്തിൽ അവിടുത്തെ MLA-മാരായിട്ട് വന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മുഴുവൻ പേരുകൾ എഴുതി വച്ച് ഈ അടുത്തതാര് എന്ന രൂപത്തിൽ ഉള്ള ചോദ്യചിഹ്നം ഇട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇത് കൃത്യമായി ജനപ്രാതിനിധ്യ നിയമത്തിന് എതിരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് തന്നെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന, മതശ്രദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ്. ഇതൊരിക്കലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു സൈലന്റ് ആയിട്ട് കണ്ടുകൊണ്ട് ചെറിയൊരു ശാസനയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അതിന്റെ പ്രചരണ മെറ്റീരിയൽ മാറ്റി എന്നതുകൊണ്ട് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നടക്കം B ഗോപാലകൃഷ്ണനെ വിലക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അടക്കം ഉള്ള ശക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് പോകണം. ഇപ്പൊ B ഗോപാലകൃഷ്ണനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മൂവാറ്റുപുഴയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കാശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടായാലും ഞങ്ങൾ ഈ കേരളത്തിന്റെ ഭരണം പിടിക്കും എന്നതുൾപ്പെടെ നിരവധി ഭരണഘടനാ വിരുദ്ധമായ വർഗീയമായിട്ടുള്ള ഇടപെടലുകൾ B ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ PK ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയിൽ വന്ന് പൊതുമാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയ സാഹചര്യവും B ഗോപാലകൃഷ്ണനുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ മതസ്പർദ്ധ വളർത്തുവാനും ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൊന്നാനി, കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനും P നന്ദകുമാറും അടക്കം MLA-മാരായ പാരമ്പര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗുരുവായൂർ തന്നെ അക്ബറും അതുപോലെ അബ്ദുൾ ഖാദറും അടക്കം നിരവധി ആളുകൾ മതത്തിന്റെയും ജാതിയുടെയും എല്ലാം വേലിക്കെട്ടുകളെ മാറ്റിവെച്ചുകൊണ്ട് മതനിരപേക്ഷ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. അപ്പോ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടത്. ഹൈക്കോടതി വളരെ ഗൗരവത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. നന്ദി ശ്രീ അരുൺകുമാർ.